2024 റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. ഇനിങ്ങനെ പോയാൽ ഒരു ബദരീങ്ങളാണ്ട് 17, പിന്നെ 27 പിന്നത്തെ തക്ബീർ, അങ്ങനെയാണ് പോവുക. എത്ര പെട്ടെന്നാണ് ഒരു 10 ദിവസം പോയതെന്നറിയാം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് നമ്മള് ചൊല്ലി തുടങ്ങിയത് ഇപ്പൊ മിഞ്ഞാന്നാണെന്ന് തോന്നിപ്പോവാണ്. അപ്പോഴേക്ക് എടുത്തിട്ട് എറിഞ്ഞ പോലെ ഒരു 10 ദിവസമാണ് പോയി. മഗ്ഫിറത്തിന്റെ 10ന്റെ പ്രാരംഭം അൽഹംദുലില്ലാഹ് വെള്ളിയാഴ്ച രാവിനായി കിട്ടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും സകല പാപങ്ങളും അല്ലാഹു പുറത്തേറ്റ് ഭാവിയെ പാപമുക്തമാക്കാനുള്ള തഖ്വ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ച രാവിലെ പതിവായി നമ്മൾ ഹബീബരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയെ കുറിച്ചാണ് പലപ്പോഴും പറയാറുള്ളത്. റമദാൻ ആയതുകൊണ്ടും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലെ കറകൾ കഴുകാൻ ഏറ്റവും നല്ല സോപ്പ് അത് അള്ളാന്റെ ഹബീബിനെ കുറിച്ച് ഓർക്കൽ തന്നെയാണ്. ലികുല്ലി ഷൈഇൻ തഹാറ വതഹാറത്തു ഖുലൂബിൽ മുഅ്മിനീന അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഏതൊരു സാധനത്തിനെയും കഴുകി വൃത്തിയാക്കാൻ ഒരു സോപ്പ് ഉണ്ടാവും, അതിന്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. എന്നാൽ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അള്ളിപ്പിടിച്ച അഴുക്കുകളെ കഴുകി വൃത്തിയാക്കാനുള്ള സോപ്പ്, ശുദ്ധീകരണ പ്രക്രിയക്കുള്ള സാധനം, അത് ഹബീബിനെ പറയലും അവിടുത്തെ മേൽ സലാത്ത് വല്ലലുമാണ് എന്നാണ് എല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ട് അവസാനം മഹാന്മാരായ ആശിഖ്യങ്ങളായ ആരിഫ്യങ്ങളെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഒരാളിങ്ങനെ സ്വലാത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയം അവൻ അറിയാതെ ശുദ്ധിയാകും. ശുദ്ധീകരിക്കപ്പെട്ട് സ്ഫടിക സമാന സുന്ദരമായ ഹൃത്തടത്തിൽ പുഞ്ചിരി തൂകും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലാഹു സ്വലാത്ത് അധികരിപ്പിച്ച് ഹൃദയം സ്ഫടിക സമാന സുന്ദരമാക്കാൻ നമുക്കൊക്കെ അല്ലാഹു അവസരവും ഭാഗ്യവും പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇന്നത്തെ രാവ് മദീനയിൽ നാനാഭാഗങ്ങളിൽ നിന്നും മുഹിബ്ബീങ്ങൾ ഒരുമിച്ച് കൂടി സ്വലാത്തിന്റെ പൂക്കളെറിഞ്ഞ് ഹബീബിനെ സന്തോഷിപ്പിക്കുന്ന രാവാണ്. പ്രത്യേകിച്ച് റമദാനിലെ ഓരോ വെള്ളിയാഴ്ച രാവും മദീന ജനനിബിഡമാണ്. എത്ര ലക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ് തുളുമ്പിയാലും സൂചി വീണാൽ കേൾക്കുമാർ നിശബ്ദതയുള്ള ഭൂമിയിലെ ഒരേ സ്ഥലം അത് പുണ്യ മദീനയാണ്. സലാത്തിന്റെ സലാമിന്റെ ആരവങ്ങൾ തിരമാല പോലെ എങ്ങനെ വരും, അതങ്ങനെ പോകും, പിന്നെയും വരും. പിന്നെ പലപ്പോഴും വിതുമ്പൽ കേൾക്കും. എത്ര ജനങ്ങൾ ഒരുമിച്ച് കൂടിയാലും ബഹളാമയമായ അന്തരീക്ഷമില്ലാതെ തെളിഞ്ഞി തിളങ്ങി വിളങ്ങി സൈലന്റായി നിൽക്കുന്ന ഒരു സ്ഥലം അത് ഇഷ്കിന്റെ തറവാടായ പുണ്യ മദീനയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള കോടാനക്കോടികളുടെ ഹൃത്തടങ്ങൾ സദാ സ്പന്ദിക്കുന്നത് മദീനയിലേക്കാണ്. സലാത്തുകളുടെ പ്രോജ്വലമായ ഇഷ്കിന്റെ അക്ഷരബീജികൾ പേമാരി പോലെ പെയ്തിറങ്ങുന്ന ഭൂമിയിലെ സ്വർഗീയ ഭുവനലോകത്തെ ഇടം അത് പുണ്യ മദീനയാണ്. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഈമാൻ ഉള്ളവൻ, അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ഈമാൻ ഉള്ളവന്റെ ഹൃദയം പാമ്പ് അതിന്റെ മാളത്തിലേക്ക് വലയും പോലെ മദീനയിലേക്ക് സ്പന്ദിക്കുന്നതാണ്, ചുരുണ്ടുകൂടുന്നതാണ്, വലയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ കഴിയുകയാണെങ്കിലും ഉണരുന്ന സമയത്തും നോക്കുന്നത് പുണ്യനബി എങ്ങനെയാണ് ഉണർന്നത് എന്നാണ്. ഉണർന്ന സമയത്ത് എന്താണ് ചൊല്ലിയത് എന്ന് കോടാനക്കോടികളായ ആശിഖീങ്ങൾ തിരിഞ്ഞു നോക്കുന്നത് മദീനയിലേക്കാണ്. ഇന്ന് പോയാലും എന്ന് പോയാലും മദീനയിൽ ചുരുണ്ടുകൂടി പാമ്പ് അതിന്റെ മാളത്തിലേക്ക് വലഞ്ഞതുപോലെ ചുരുണ്ട് വലിഞ്ഞു കൂടിയിരിക്കുന്ന
10,000-കണക്കിന് മുഹിബ്ബീങ്ങളെ എക്കാലത്തും മദീനയിൽ കാണാം, ഇന്നും കാണാം, എന്നും കാണാം. പക്ഷെ അവര് മക്ക മറന്നേക്കാം, ഉംറന്റെ കാര്യം വിസ്മരിച്ചേക്കാം. എല്ലാ കൊല്ലവും ഹജ്ജിന് സൗകര്യം കിട്ടിയാൽ അവര് പോകൂല. അവരിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് റൂഹിന്റെ ഖിബിലയായ മദീനയിലാണ്, അള്ളാന്റെ ഹബീബിന്റെ ചാരത്താണ്. അവിടെ പെയ്തിറങ്ങുന്ന കണ്ണുനീർ, അവിടെ തുടിക്കുന്ന ഹൃദയം, അവിടെ പൊട്ടുന്ന മനസ്സ്, അവിടെ അതരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന ആത്മനിഷ്ഠയോടെയുള്ള ഭക്തനിർഭരമായ പ്രാർത്ഥന വചനങ്ങൾ, ഓരോ സെക്കൻഡിലും ഇടമുറിയാതെ ഇടതടവില്ലാതെ ഒരാൾക്ക് വേണ്ടി കണ്ണീർ പൊഴിഞ്ഞ് ഓരോ നിമിഷങ്ങളിലും വിതുമ്പുന്ന ലക്ഷങ്ങളെ കാണണമെങ്കിൽ അതിന്റെ ഇടമാണ് പരിശുദ്ധ മദീന. പ്രത്യേകിച്ച് മാബൈന ബൈതി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. പറയാനോ പറഞ്ഞു തുടങ്ങാനോ പറഞ്ഞു തീർക്കാനോ ഉള്ള ഒരു മേറ്ററല്ല മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. പറയാൻ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഹൃദയങ്ങളിൽ തിരമാല പോലെ, അറ്റമില്ലാത്ത സമുദ്രം പോലെ, എന്ത് പറയണം എന്നറിയാത്തതുപോലെ, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തതുപോലെ, എങ്ങോട്ട് പോകണം എന്നറിയാത്തതുപോലെ, ഓർമ്മയുടെ ഓളങ്ങളിൽ നിന്ന് എന്ത് കോരിത്തരണം എന്നറിയാത്തതുപോലെ അവസാനമങ്ങ് തീരുമാനിക്കുകയാണ്. ഒരു വിതുമ്പലിന്റെ പേരാണ് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അള്ളാന്റെ റസൂൽ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിന്റെ, ഏത് പ്രയാസങ്ങളുടെ, ഏത് പ്രതിസന്ധിയുടെ തീച്ചൂളയിലും, ഏത് രോഗങ്ങളുടെ നീരാളിപ്പിടുത്തത്തിലും, ഏത് ഏകാന്തതയുടെ അവസ്ഥയിലും ഹൃദയം മധുരിക്കുകയാണ്. ഹൃദയം ആശ്വാസത്തിന്റെ സൈറം മുഴങ്ങുകയാണ്, സാന്ത്വനത്തിന്റെ കുളിർക്കാറ്റടിച്ച് വീശുകയാണ്. ഉള്ളിന്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന ബൈതന്നത സാകിനുഹു ലൈസ മുഹ്താജ ഇലാ സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യതിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ ആലം. ഇതിമ കണ്ട് ആഞ്ഞു പിടിച്ചാ മതി. ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ മുസ്തഫ നബി, എനിക്ക് ചിലപ്പോ ഇതിങ്ങനെ പറയാനായിട്ട് ഒരുങ്ങിയാൽ തല കറങ്ങും, ഞാനതാണ് അറിയാതെ അങ്ങനെയാണ് പറഞ്ഞു പോകണം. പറയാനായിട്ട് കുളിച്ച് ഒരുങ്ങി വന്നാല് എനിക്ക് ചിലപ്പം തല കറങ്ങും, ചിലപ്പം ഛർദ്യം വരും. ഇപ്പൊ ഛർദ്ദിക്കൊന്നില്ലേ, പേടിക്കണ്ട. കാരണം അങ്ങനത്തെ വിഷയമാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ അറിയാതെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ കയറി പോകും. പറയാനായിട്ട് ഒരു ഒരുങ്ങി വന്നാൽ എനിക്ക് കഴിയില്ല. അതാണ് ഈ വിഷയം, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിങ്ങനെ കുറെ പറഞ്ഞു തീർക്കാനുള്ളതല്ല, അതൊരു വികാരമാണ്, ഇതൊരു വിചാരമാണ്. ഇത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അനിയന്ത്രിതമായി ഒഴുകുന്ന മോഹങ്ങളുടെ ഒരു തിരമാലയാണ്. അതിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് സലാത്തല്ല. അതാണ് എന്നോട് ജിബ്രീൽ ഇസ്ലാം വന്നിട്ട് മുസ്തഫ നബി പറയാണ്, ഒരിക്കൽ പറഞ്ഞു, മൻ സല്ല അലൈക മിൻ ഇത് എക്കാലത്തേക്കും വേണ്ടി കേട്ടോ, മൻ സല്ല അലൈക മിൻ ഉമ്മത്തിക സലാസ മർറാത്ത്, 3 തവണ നിങ്ങളുടെ ഉമ്മത്തിൽ അങ്ങയുടെ മേൽ ആരെങ്കിലും സലാത്ത് ചൊല്ലിയാൽ ഗഫറല്ലാഹു ദുനൂബഹ്, അവന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇൻകാന ഖായിമൻ ഖബല അൻ യഖുദ, അവൻ നിന്നിട്ടാണ് സലാത്ത് ചൊല്ലിയെങ്കിൽ ഇരിക്കണതിന് മുമ്പ് പുറത്തു കൊടുക്കും. വൈൻകാന ഖായിദൻ, അവൻ ഇരുന്നിട്ടാണ് സലാത്ത് അല്ലെങ്കിൽ ഖബല അൻ യഖൂമ, ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കണതിന് മുമ്പായിട്ട് അവൻ ചെയ്ത ദോഷങ്ങളൊക്കെ പടച്ചോന് പുറത്തു കൊടുക്കും. നിങ്ങളെ മേലില് 3 സലാത്ത് ചൊല്ലിയാൽ എന്ന് എന്നോ ജിബ്രീൽ പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് മദ്രസയിലെ കുട്ടികൾ പിരിയുമ്പോ ഒരു 3 സലാത്ത്,
ഒരു 3 സലാത്തല്ലിറ്റ് ദുആ. നമ്മളെ കേരളീയ അന്തരീക്ഷത്തിൽ മഹാന്മാരായ സൂഫിയാക്കൾ പഴയ കാലത്തെ തുടങ്ങി വെച്ചൊരു പാരമ്പര്യമാണ്. 3 സലാത്ത് തുടങ്ങിയാൽ 3 നിർത്തുക. ഒന്ന് ചൊല്ലിയാ കാണി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. പലപ്പോഴും പല ജുമുഅത്ത് പള്ളിയുടെയും മിമ്പറിൽ കാണാം ഒരു ഏട്, നബാത്തിയ ഖുതുബിന്റെ ഏടാണ്. അത് എഴുതിയ മഹാനായ ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു വലിയ സലാത്തിന്റെ ആളായിരുന്നു. ഹബീബിനെ നന്നായി പ്രകീർത്തിക്കുന്ന പ്രഭാഷകനായിരുന്നു. ഒരു ദിവസം സലാത്ത് ചൊല്ലി ചൊല്ലി ക്ഷീണിച്ച് അങ്ങനെ മയങ്ങിയപ്പോൾ അവരുടെ കിനാവിൽ കടന്നു വരികയാണ് അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. എന്നിട്ടൊരു സലാമാണ്, അസ്സലാമു അലൈക യാ ഇമാമൽ ഖുതബാ. അതോടുകൂടി അവരുടെ ഖുതുബ ലോകപ്രസിദ്ധമാണ്. ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർക്ക് മനഃപ്പാഠമാണ്. ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ അവലംബിക്കുന്ന ഖുതുബയുടെ ഏടാണ്. ഓരോ വചനങ്ങളിലും അർത്ഥഗാംഭീര്യമായ സാരാംശങ്ങളുടെ നീരുറവയാണ്. എല്ലാം മുസ്തഫ നബിയുടെ വരദാനമാണ്. സലാത്ത് ചൊല്ലി 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 കിടന്ന കിനാവിൽ അല്ലാഹുവിന്റെ റസൂല് സലാമുമായി കടന്നു വരികയാണ്. മുസ്തഫ നബി അവരുടെ കവിള് തടവുകയാണ്, അവരുടെ ശരീരം തടവുകയാണ്, അവരുടെ വായിലേക്ക് തുപ്പിക്കൊടുക്കുകയാണ്. എണീറ്റിരുന്നു കൊണ്ട് കിടക്കപ്പായിൽ അവർ പൊട്ടി പൊട്ടി കരയുകയാണ്. കുടുംബക്കാരുണർന്നുകൊണ്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ അവർ കൂടുതൽ കാലം ദുനിയാവിൽ ജീവിച്ചില്ല. മുസ്തഫ നബിയുടെ തലോടലേറ്റപ്പോൾ അവരുടെ കവിളിൽ സുഗന്ധമാണ്, അവരുടെ വായിൽ സുഗന്ധമാണ്. ആ വായിലുള്ള സുഗന്ധം പോകുമോ എന്ന് പേടിച്ച് പിന്നെ അവർ അന്നം കഴിക്കാത്ത ദിവസങ്ങളാ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഇഷ്ക് കൊണ്ട് അനുരാഗത്തിന്റെ അഗ്നി ആളിപ്പടർന്ന് രോഗിയായി അവർ ഈ ലോകത്തു നിന്ന് ഇന്നാലില്ല. ഇഷ്ക് പലപ്പോഴും മരണത്തിലെത്തിക്കുന്നതാണ്. ഇഷ്ക് പലപ്പോഴും ജീവിതം അവസാനിക്കുന്നതാണ്. ഇന്നും മദീനയിൽ പോയാൽ മരിക്കാൻ വേണ്ടി വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ നേരെ മുമ്പിൽ വെച്ച് സലാം പറഞ്ഞ് ദിക്ർ ചൊല്ലി മരിക്കുന്ന 10,000ങ്ങളുടെ ചരിത്രങ്ങൾ കഥനക്കഥകളായി പറയുന്ന വിശുദ്ധമായ ഇഷ്കിന്റെ പാലസിലെ സ്വർഗീയ ഭൂമികയുണ്ടെങ്കിൽ സുർവരികൾ മുസ്തഫ وازد إقامة به زرتها من زاوية قلبك الزلزال زال طاح قلبي مذ أتيت واديا قاف ما تابع وداد طه താലിയല്ലി താലിത്താൽ. എന്ത് വീട്, എന്ത് കുടുംബം, എന്ത് ദുനിയാവ്, എന്ത് പണം, ഇതങ്ങ് തലയിൽ കയറിയാൽ അവൻ ഒരു ഭ്രാന്തനാണ്. മദീനയുടെ തെരുവോലയിൽ ഒരു പക്ഷിയായി പാറി പറക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് കൊതിക്കുന്ന അവസ്ഥയാണ്. അവിടെ ഭിക്ഷാടനം നടത്താൻ പറ്റിയെങ്കിൽ, അവിടെ ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റിയെങ്കിൽ, അവിടുത്തെ ഒരു ഫക്കീറായി പടിവാതിലിൽ മണ്ണിൽ ചമ്രം പടഞ്ഞിരിക്കാൻ പറ്റിയെങ്കിൽ മദീന അത്ഭുതമാണ്, അത്ഭുതമാണ്, അത്ഭുതമാണ്. മദീന മദീന മദീന. തുമീ फर्श से अर्श तक जाने वाले तुम्हें नियामते रब से दिलवाने वाले मदीने के ज़ाहिर ज़ुरातो संभलना
सवारी से अपनी तू जिस दम निकलना सर का मौका है जाने वाले तुम्हें निअमतें रब से दिलवाने वाले. മദീനയിലേക്ക് പോകുന്ന യാത്രക്കാരെ കാണുമ്പോൾ വിതുമ്പുന്നവരുണ്ട്. മദീനയിലേക്ക് ലഗേജ് കെട്ടുന്നവരെ കാണുമ്പോൾ കൽബ് പടക്കുന്നവരുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ കഴിയുകയാണെങ്കിലും ഹൃദയം നിറയെ മദീനയുടെ തേനിലാവ് ഒഴുകുന്ന അശക്കീങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് മുഹിബീങ്ങളിൽ പെടാനുള്ള അവസരം നൽകട്ടെ. അപ്പം ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയം ഒരു ഉദ്യാനമാവണം. അവിടെ കിളിർക്കണം, തിളിർക്കണം, അവിടെ മൊട്ടിട്ട് വിടരണം ഹുബ്ബുർ റസൂലിൽ മുസ്തഫ മുഹമ്മദ്. ഇതൊരു വികാരമാണ്. ശത്രു പോലും മിത്രമാകുന്ന വികാര വിചാര കാമമോഹത്തിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഈ ഒരു സലാത്തിന്റെ സിർറ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ ദുനിയാവും ആഖിറവും കൈവെള്ളയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് മുതൽ സലാത്തിന്റെ ആളുകളായി മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന സമയമൊന്നുമില്ല. യാത്രക്കിടയിലും ഒറ്റക്കിരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്ക് വരുന്നത് വരെയും അന്നബി സല്ലല്ലാഹു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ വഫാത്തായി മറമാടപ്പെട്ട സമയം ഷാമിൽ ഒരു യഹൂദി ജീവിച്ചിരുന്നു. അദ്ദേഹം തൗറാത്ത് നന്നായി വായിക്കുന്ന ആളാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. തൗറാത്ത് ഒരു ശനിയാഴ്ചയിൽ എടുത്ത് വായിച്ച സമയത്ത് അദ്ദേഹം 4 സ്ഥലങ്ങളിൽ കണ്ടു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം. അപ്പോൾ ഈ പേര് അദ്ദേഹം പലപ്പോഴും പാതിരിമാരിൽ നിന്ന് കേട്ട് പരിചയമുണ്ട്. കേട്ടത് പ്രശംസിച്ചുകൊണ്ടല്ല, അവമതിച്ചുകൊണ്ടാണ്, വിമർശിച്ചുകൊണ്ടാണ്, പരിഹസിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് ഈ യഹൂദി തൗറാത്തിൽ നിന്ന് മുഹമ്മദ് എന്ന് പേരുള്ള സ്ഥലങ്ങളൊക്കെ കീറിയിട്ടുകൊണ്ട് കരിക്കുകയാണ് ദേഷ്യം കൊണ്ട്. റസൂലുള്ളാഹിനോടുള്ള വൈരാഗ്യം കൊണ്ട് തൗറാത്ത് പോലും പറിച്ച് കരിച്ചിടുകയാണ്. രണ്ടാമത്തെ ശനിയാഴ്ച പിന്നെയും വായിക്കുകയാണ്. അപ്പോൾ 8 സ്ഥലത്ത് കണ്ടു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ 8 സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അദ്ദേഹം പറിച്ച് കരിക്കുകയാണ്. മൂന്നാമത്തെ ശനിയാഴ്ചയും എടുത്തു വായിച്ചു. അപ്പൊ 12 സ്ഥലത്ത് വിളങ്ങി കൃത്യമായി തെളിഞ്ഞു കിടക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പിന്നെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഇയാള് കരുതി ഇനി ഞാൻ ഈ പേജ് പറിച്ചു കരിച്ചാല് സാറത്തി തൗറാത്ത് കുല്ലുഹാ നാതല്ലി മുഹമ്മദ്, തൗറാത്ത് മുഴുവനും ഈ ആളെ പേരുകൊണ്ട് കണ്ട് നിറയും. ഇതൊരു വലിയ അത്ഭുതമാണ്. ഗ്രന്ഥം അവിടെ മറച്ചു വെച്ചു, മടക്കി വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആരാധനാലയത്ത് പോയിട്ട് അവിടുത്തെ പാതിരിമാരോട് വെച്ചു, മുഹമ്മദ്, ആരാണ് ഈ മുഹമ്മദ് എന്ന് വെച്ചു. ഈ സംഗതി ആള് പറഞ്ഞില്ല. അപ്പൊ അവര് പറഞ്ഞു, ഓ കദ്ദാബ്, അറിയില്ലേ, നുണ പറയുന്ന ആളാണ്, സാഹിറാണ്. ഖൈറുൽ ലക മിൻ അല്ലാ തറാഹു വലാ യറാക, ഏറ്റവും നല്ലത്
ജി അയാളെയും കാണണ്ട, അയാള് നിന്നെയും കാണണ്ട. അപ്പൊ ഇയാൾ പറഞ്ഞു, അങ്ങനെ പറയുന്നില്ല, തമ്നഊ, നിങ്ങൾ എന്നെ തടയരുത്, ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഈ ഒരു അത്ഭുതം കൊണ്ടാണ് അയാൾ തീരുമാനിച്ചത്. അപ്പൊ അവര് തടഞ്ഞില്ല. അപ്പൊ ഇയാള് ലക്ഷ്യം വെക്കുകയാണ് മദീനയിലേക്ക്. വിശ്വാസിയാകാൻ പോവുകയല്ല. തൗറാത്തിൽ നിന്ന് പറിച്ചു മാറ്റിയിട്ടും നീങ്ങിപ്പോകാത്ത പേരിന്റെ ഉടമയെ കാണണം എന്ന നിലയില് ഈ യഹൂദി നേരെ മദീനയിലേക്ക് പോവുകയാണ്. മദീനയുടെ പരിസരം എത്തിയപ്പോൾ അദ്ദേഹം ആദ്യമായി കണ്ടുമുട്ടിയത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. സൽമാൻ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞ് മറമാടപ്പെട്ടിട്ട് ദിവസം 3 ആയുള്ളൂ. നൊമ്പരത്തിന്റെ ഹൃദയവുമായി സഹാബാക്കൾ കഴിഞ്ഞുകൂടുകയാണ്. സൽമാനുൽ ഫാരിസീൻ കരഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ സൽമാൻ ആദ്യമായി അവിടെ കണ്ടുമുട്ടിയത് സൽമാനെയാണ്. സൽമാൻ റളിയല്ലാഹു തആല അൻഹു ഭംഗിയുള്ള മനുഷ്യനാണ്. അപ്പോൾ യഹൂദി മനസ്സിലാക്കി അന്നഹു മുഹമ്മദ്, ആ നടന്നു പോകുന്നതാകുമോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഉടനെ ഓടിപ്പോയി വിളിച്ചു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഉടനെ സൽമാന് പൊട്ടി കരയുകയാണ്. മൻ അന്ത, നിങ്ങൾ ആരാണ്? ഞാൻ മുഹമ്മദ് മുസ്തഫയല്ല, കുന്തു അബ്ദാ, ഞാൻ മുഹമ്മദ് മുസ്തഫാന്റെ ഒരു അടിമയാണ്. റസൂലുള്ളാഹിന്റെ അടിമയാണെന്ന് പറയാൻ പറ്റുമോ? കേൾക്കുമ്പോഴേക്ക് അപസ്മാരം ഇളകുന്ന ആളുകളുണ്ട്. എന്നാൽ അള്ളാന്റെ റസൂലിന്റെ അടിമയാണെന്ന് സ്വഹാബാക്കൾ പറഞ്ഞത് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയതാണ്. ഞാൻ ഈ പറഞ്ഞ സമയം അബുല്ലൈസി എന്ന പണ്ഡിതൻ അവിടുത്തെ തംബീഹ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. വേറെയും ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാൻ മുഹമ്മദ് മുസ്തഫയല്ല, ഞാൻ മുസ്തഫ നബിയുടെ ഒരു അടിമയാണ്. സൽമാൻ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുകയാണ്, റസൂലുള്ളാഹി ഈ ലോകത്തില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ തിരിച്ചു പോകുന്നതാണ്, ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞത് കളവാകുന്നതാണ്. രണ്ടും പറയാതെ റസൂലുള്ളാഹിനെ അന്വേഷിച്ച് വന്ന മനുഷ്യന്റെ കൈയും പിടിച്ച് മദീന പള്ളിയിലേക്ക് നടന്നു നീങ്ങുകയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. സഹാബാക്കളൊക്കെയുണ്ട്. അബൂബക്കറിന് സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, എല്ലാവരുടെയും കണ്ണും കവിളും നിറഞ്ഞിരിക്കുകയാണ്. കാരണം വഫാത്തായി ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 3 ആയുള്ളൂ. നൊമ്പരം തീർന്നിട്ടില്ല, വ്രണങ്ങൾ ഉണങ്ങിയിട്ടില്ല, കണ്ണുകൾ വറ്റിയിട്ടില്ല, കവിളുകൾ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ സഭയിലേക്ക് നോക്കിയിട്ട് ആ സദസ്സിൽ മുഹമ്മദ് മുസ്തഫ ഉണ്ട് എന്ന ധാരണയോട് ഈ യഹൂദി പിന്നെയും സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ മുഹമ്മദ്. കേട്ടപാടെ സഹാബാക്കൾ പൊട്ടി കരയുകയാണ്. മൻ അന്ത, നീ ആരാണ്? ഞങ്ങളെ നേതാവിന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ പ്രയാസപ്പെടുത്തി കരയിപ്പിച്ച് ദുഃഖിപ്പിക്കുന്ന നീ ആരാണ്? നിനക്ക് അറിയില്ലേ ഞങ്ങളുടെ കരളിന്റെ കഷ്ണമൊത്ത് മുസ്തഫ വഫാത്തായി ഖബറിൽ കിടക്കുന്ന വിവരോ നിനക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ് സഹാബാക്കൾ വിതുമ്പി കൂട്ടക്കരച്ചിലാണ്. ഈ രംഗം കണ്ട് കാണലോടുകൂടി യഹൂദിന്റെ ലെവല് മാറുകയാണ്. പേര് കണ്ടപ്പോഴേക്ക് ആ പേജ് പറിച്ച് കരിച്ച ആളാണ്. പക്ഷെ മുഹിബീങ്ങളുടെ ഒരു സാഹസ് കണ്ടിട്ട് കരയുമ്പോഴേക്ക് യഹൂദിയാണ് കരയാൻ തുടങ്ങി. മഹബത്ത് കൊണ്ട് കൽബിക്ക് വന്നു. എന്താ യഹൂദിയും കൂടാണ്ട് കരയാൻ തുടങ്ങി. തേടിപ്പിടിച്ച ആള് ഭൂമിയിലില്ല, ഖബറിലാണെന്ന് കേട്ടപ്പോ യഹൂദിക്ക് കണ്ണിന്ന് വെള്ളാണ്ട് ഒഴുകാൻ തുടങ്ങി. യഹൂദി ആ നിന്ന നിപ്പില് പറഞ്ഞു, എന്റെ അമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു,
ഇനി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലുതായില്ല എങ്കിൽ എത്ര നന്നായിരുന്നു, ഇനി വലുതായിട്ടുണ്ടെങ്കിൽ ഞാൻ തൗറാത്ത് വായിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് എത്ര നന്നായിരുന്നു, ഇനി വായിച്ചെങ്കിൽ ഞാൻ മുഹമ്മദിന്റെ പേര് കണ്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇനി കണ്ടെങ്കിലും ഞാൻ മദീനയിൽ വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, വന്നിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് യഹൂദിയാണ് കരച്ചിൽ തുടങ്ങി. മഹബത്താണ് കത്തിപ്പടർന്നു. കരഞ്ഞിട്ട് യഹൂദി കണ്ണ് തുടച്ചിട്ട് പറഞ്ഞു, നീ കരച്ചിൽ നിർത്തി, എനിക്ക് അവസാനങ്ങളൊന്ന് തരുമോ? നിങ്ങളെ നേതാവ് ജീവിച്ചിരിക്കണ കാലത്ത് ഇട്ടിരുന്ന ശരീരത്തിൽ ഒരു കുപ്പായത്തിന്റെ കഷ്ണം ഒന്ന് തരുമോ, എനിക്കൊന്ന് മണക്കാനാണ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് കണ്ണും പൊത്തിയിട്ട് യഹൂദി ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ നേതാവിന്റെ ശരീരത്തിന്റെ ഭംഗി ഒന്ന് വർണ്ണിക്കാൻ പറ്റുന്ന ഒരാൾ ഒരൽപ്പം വർണ്ണിച്ചു തരുമോ? ഉടനെ അലി ഇബ്നു അബീ താലിബ് എണീറ്റ് നിൽക്കുകയാണ് സദസ്സില്. എന്നിട്ട് റസൂലുള്ളാഹിനെ വർണ്ണിക്കുകയാണ്. കൂടുതൽ ഉയരമില്ല, എന്നാൽ കുറിയതുമല്ല, ചുവപ്പ് കലർന്ന വെളുപ്പ് കളറാണ്. ചിരിക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെയാണ്. കവളാണെങ്കിലോ ബദർ പോലെയാണ്. നെറ്റിയാണെങ്കിലോ വീതിയുള്ളതാണ്. നടക്കുമ്പോഴാണെങ്കിലോ ആകർഷകമാണ്. ചിരിക്കുമ്പോഴാണെങ്കിലോ കൗതുകമാണ്. വയർപ്പാണെങ്കിലോ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ് എന്ന് പറഞ്ഞ് അലിയാര് മനോഹരമായി മുസ്തഫ നബിയെ വർണ്ണിക്കുമ്പോൾ സഹാബാക്കളിൽ പലരും അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. യഹൂദി പൊട്ടി കരയുകയാണ്. അലിയാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? എന്റെ പേര് അലി എന്നാണ്. ഈ യഹൂദി ഉടനെ തന്നെ അലിയാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മുസ്തഫ നബിയുടെ മരുമകൻ അലിയാരല്ലേ? നിങ്ങളുടെ പേരും ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. അവസാനം യഹൂദി കെഞ്ചുകയാണ്, നിങ്ങളെ നേതാവ് എനിക്കിപ്പോൾ എന്റെ ഹൃദയത്തിൽ മഹബത്തിന്റെ തണലിൽ തിളങ്ങുന്ന ആ മുഹമ്മദ് മുസ്തഫാന്റെ ശരീരം തട്ടിയ ഒരു കുപ്പായമെങ്കിലും എനിക്കൊന്ന് സംഘടിപ്പിച്ച് തരുമോ? എനിക്കൊന്ന് മണക്കാനാണ്. إذ جئت طيبة روم زورة قبره فهناك كنت وسم ريان سره أميت مدهوشا لغيبة قدره حبا وإن كنت المسيء أثيما صلوا عليه وسلموا تسليما കസ്തൂരിയാം പൂമേനി മണ്ണിൽ വന്നു ഞാൻ, കനകമണിയ പരിമളം നുകർന്നു ഞാൻ, മുത്തിൻ പവിത്രത ഓർമ്മയിൽ വീതുമ്പി ഞാൻ, മഹബത്തിലായി തളർന്നു ബോധം കെട്ടു ഞാൻ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ജുബ്ബ മണത്താൽ പിന്നെ കരയാത്തവരുണ്ടോ? മദീനയിൽ എത്തിയാൽ പിന്നെ കണ്ണിൽ വെള്ളം നിറയാത്തവരുണ്ടോ? മദീനയാകുന്ന ഇസ്കിന്റെ പാലസിൽ എത്തിയാൽ കാല് വിറക്കാത്തവരുണ്ടോ? ഏത് ശത്രു മിത്രമായി മാറുന്ന അത്ഭുതമല്ലേ മദീന. ആ മദീനയിൽ എത്തി ഈ യഹൂദി കരയുകയാണ്. അപ്പോഴാണ് അലിയാര് ജുബ്ബ വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു. സൽമാൻ റളിയല്ലാഹു തആല അൻഹു പോയി ഫാത്തിമ ബിയുടെ അടുക്കൽ ജുബ്ബുണ്ടല്ലോ, അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ വീട്ടിൽ ഹസൻ ഹുസൈനാര് കരയാണ്, ഫാത്തിമ ബിവി കരയാണ്. കാരണം വഫാത്തായിട്ട് 3 ദിവസമായിട്ടുള്ളൂ. അപ്പോഴാണ് കതക് മുട്ടുന്നത്. ആരാണ് ആ കതക് മുട്ടുന്നത്? ഞങ്ങളെ പിതാവ് നഷ്ടപ്പെട്ടിട്ട് കരയുന്ന ഞങ്ങൾ ആരാണ് മുട്ടി പ്രയാസപ്പെടുത്തുന്നത്? സൽമാൻ പറഞ്ഞു, പ്രയാസപ്പെടുത്താൻ വേണ്ടി വന്നതല്ല, ബാപ്പാന്റെ ഒരു ജുബ്ബുണ്ടെങ്കിൽ അത് വാങ്ങാൻ വന്നതാണ്. മദീന പള്ളിയിൽ ഇപ്പൊ നടക്കുന്ന സംഭവം ഇന്നതൊക്കെയാണ്, അതുകൊണ്ട് ആ ജുബ്ബൊന്ന് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ഫാത്തിമ ബീവി എണീറ്റ് ആ ഷറഫാക്കപ്പെട്ട ജുബ്ബ എടുത്ത് മുത്തിയിട്ട് കരയുകയാണ്. സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവരാ ജുബ്ബ കിട്ടിയ പാടെ മുത്തി 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 പള്ളിയിൽ കൊണ്ടുവന്നപ്പോ കാണുന്ന സഹാബാക്കൾ മുഴുവനും ജുബ്ബ വാങ്ങി മുത്തി കരയുകയാണ്. അവസാനം ആ ജുബ്ബ
യഹൂദിയുടെ കയ്യിൽ കിട്ടുകയാണ്. യഹൂദി ആ ജുബ്ബങ്ങനെ നിവർത്തിയിട്ട് നോക്കുകയാണ്. അല്ലാ അല്ലാ, 7 സ്ഥലങ്ങളിൽ തുന്നിപ്പിടിപ്പിച്ച ജുബ്ബയാണ്. ലോകരാജാവ് അണിഞ്ഞ ജുബ്ബ, നബിയുനാ റസൂലുള്ളാഹി. 7 സ്ഥലങ്ങളിൽ തുന്നിപ്പിടിപ്പിച്ച മനോഹരമായ കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധമുള്ള ജുബ്ബയില്ലേ, യഹൂദി നെഞ്ചിലേക്ക് അടുപ്പിച്ച് പിടിച്ച് അതിലേക്കങ്ങ് മുഖം അമർത്തിയിട്ട് ചുംബിക്കുകയാണ്. ചുംബിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞ് യഹൂദി തല നിവർത്തിയിട്ട് ശറഫാക്കപ്പെട്ട ഖബറിലേക്ക് നോക്കിയിട്ടൊരു പ്രഖ്യാപനമാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂലിന്റെ പേര് കണ്ടപ്പോഴേക്ക് തൗറാത്തിലെ പേജ് കീറിയിട്ട് കരിച്ചിരുന്ന റസൂലുള്ളാന്റെ ബദ്ധവൈരിയായ യഹൂദി ചില്ലറ സമയം കൊണ്ട് മദീനയിൽ എത്തി. റസൂലുള്ളാന്റെ ഖബറിലെത്തിയിട്ട് ആശിക്കായി വിശ്വാസിയാവുകയാണ്. ആ ജുബ്ബയും കവളത്ത് വെച്ചുകൊണ്ട് റബ്ബിലേക്ക് ഒരു പ്രാർത്ഥനയാണ്, അന്തൽ അഹദുൽ ഫർദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് അന്തൽ വാഹിദു വമുഹമ്മദുൻ റസൂലുക. നീ ഏകനാണ്, നീ ആരാധ്യൻ, നീ മാത്രമേ ഉള്ളൂ, നീ നിരാശയനാണ് റബ്ബേ. ഈ ഖബറിൽ കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ നിന്റെ റസൂലാണ് റബ്ബേ. എനിക്ക് അശേഷം സംശയമില്ല റബ്ബേ, ഞാൻ ദൃഢരൂഢമൂലമായി ഉറപ്പിക്കുന്നു റബ്ബേ. വന്നതുപോലെയുള്ള എന്റെ അവസ്ഥ റബ്ബേ, വരുമ്പോൾ എന്റെ ഉള്ളു മുഴുവനും മുഹമ്മദ് മുസ്തഫാന്റെ വിരോധമാണ്. ഇവിടെ എത്തിയപ്പോൾ എന്റെ ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നത് ഈ ഖബറിൽ കിടക്കുന്ന സാഹിബിനോടുള്ള മഹബത്താണ്. അതുകൊണ്ട് എന്റെ ഇസ്ലാമും എന്റെ സ്നേഹവും നീ സ്വീകരിച്ചെങ്കിൽ ഇനി എനിക്ക് ജീവിതം വേണ്ട അല്ലാ. എനിക്ക് ഈ കാൽക്കൽ കിടന്നൊന്ന് മരിക്കണേ. യഹൂദിയായവർ മുസ്ലിമായിട്ട് ഉടനെ ദുആ ചെയ്യുകയാണ്. ഒരു സുജൂദും അദ്ദേഹം ചെയ്തിട്ടില്ല, ഒരു വഖ്ത് നിസ്കാരവും അദ്ദേഹം നിർവഹിച്ചിട്ടില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിലഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈൽ ശഫാഅത്തി വലഹു ബിനൈൽ ശഫാഅത്തി ത്വാഅക ഫൽ ഇന്നൽ ഇലാഹി മുൻഅമൻ തൻഈമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും അത് പറഞ്ഞുകൊണ്ട് സലാത്ത് ചൊല്ലി ഒന്ന് കണ്ണടച്ചാൽ കുന്നുകൾ ഉയർന്നു വരികയായി, വിരിയുന്ന കൊടകൾക്കടിയിലൂടെയായി
പച്ചക്കുപ്പിയുടെ ചാരത്ത് നിൽക്കും പോലെയായി, എല്ലാ പ്രയാസങ്ങളും മറക്കും പോലെയായി, എല്ലാ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും സിദ്ധൌഷധം കുടിച്ചതുപോലെയായി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖദ് ബല്ലഗ്ത الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاد فجزاك الله عنا خير الجزاء. നമുക്കും പോകണം മദീനയിൽ, നമുക്കും ഇരിക്കണം ആ സ്ഥലത്ത്, നമുക്കും നടക്കണം ആ ചൂര്, നമുക്കും നടക്കണം ആ ഊരിലൂടെ, നമുക്കും അറിയണം ആ പേരിന്റെ ഔന്നത്യം, നമ്മളും അനുഭവിച്ച് ആവാഹിച്ചെടുക്കണം ഇഷ്കിന്റെ സുഗന്ധം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ സാഹസ കബൂലാക്കി തരട്ടെ. ഇന്ന് നമ്മളെ മുഅദ്ദിൻ ഉസ്താദ് നാട്ടിൽ പോകേണ്ട ദിവസമാണ്. പക്ഷെ അദ്ദേഹം മഹബത്ത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് രാവിലെ വരാൻ തീരുമാനിച്ച്. ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ പോകാത്തത്? ഞാൻ രാത്രിയെ പോകണുള്ളൂ എന്ന് പറഞ്ഞു. എന്താ നിന്നോട് പറഞ്ഞില്ല, പക്ഷെ എന്താന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടല്ലോ. അള്ളാഹു തആല ആ ഖൽബ് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. നമുക്ക് അള്ളാഹു മഹബത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ അള്ളാഹു എത്തും പോലെ മദീനയിൽ അള്ളാഹു നമ്മളൊക്കെ എത്തിക്കട്ടെ. ഈ ചൂരും മണവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അള്ളാഹു അധികരിപ്പിച്ച് തരട്ടെ. ഏത് പ്രയാസഘട്ടങ്ങളിലും ഇതൊരു മരുന്നായി അനുഭവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകട്ടെ. അള്ളാഹു പ്രയാസങ്ങളൊക്കെ അകറ്റി തരട്ടെ. പടച്ചോനെ, ദഅവത്തിന് താങ്ങും തണലുമാവുന്ന ഒരുപാട് മനുഷ്യന്മാർ ഈ സാസിലുണ്ട്. ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. അവരിൽ പല ആളുകളുടെയും ഭാര്യമാർക്ക്, കുടുംബക്കാർക്കൊക്കെ വലിയ പ്രയാസവും രോഗങ്ങളും കൊടുത്തതിന് നീ സലാമത്തായി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദഅവത്തിന് തടസ്സമുള്ള ക്ഷീണമോ രോഗങ്ങളൊന്നും തരലേ അല്ലാ. അള്ളാഹുവെ, കുറച്ചു കാലം നിന്റെ ദീനിന് വേണ്ടി മഹബത്ത് പറഞ്ഞ് പറഞ്ഞ് നടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം അവിടെ പോയി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ദീർഘായുസ് നിനക്ക് വേണ്ടിയാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ഹബീബിന്റെ മഹബത്തും ചൂരും മണവും നൽകണേ അല്ലാ. അള്ളാഹു ഈ സാസനിയെ കബൂലാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ അല്ലാ. കടങ്ങൾ വീട്ടി തരണേ അല്ലാ. രോഗങ്ങൾ മാറ്റി തരണേ അല്ലാ. ക്ലേശങ്ങൾ നീക്കി തരണേ അല്ലാ. അള്ളാഹുവെ, എല്ലാ രീതിയിലും ബർക്കത്തും റഹ്മത്തും നൽകണേ അല്ലാ. മഗ്ഫിറത്തിന്റെ പ്രഥമ 10 വെള്ളി രാവായിരിക്കുകയാണ്. അള്ളാഹുവെ, ഈ രാത്രി ഞങ്ങൾക്ക് അനുകൂലമാക്കി മഗ്ഫിറത്തിന്റെ അഹലുകാരിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ച് കബറിൽ കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ കൂടെ ഉള്ള ആളുകൾ പലരും കബറിലാണ് അല്ലാ. അവർക്കൊക്കെ കബറിനെ റഹ്മത്ത് കൊണ്ട് നിറക്കണേ അല്ലാ. ഞങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹുവെ, അവരെ കബറിൽ അദാബിലാക്കല്ല അല്ലാ. ഞങ്ങൾ പറയുന്നതിന്റെ വിഹിതം അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് അള്ളാഹു, ഇവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ഉസ്താദ്മാർ, ഇവിടുത്തെ കാദിയായിരുന്ന മർക്കാർ ഉസ്താദ് അടക്കം എല്ലാവർക്കും നീ കബറ് വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ. അള്ളാഹു, സിറാജുദ്ദീൻ ഞങ്ങളെ ബർക്കത്തുണ്ട്, ഷെയ്ഖ് അബ്ദുറഹ്മാൻ നഖ്ശബന്ദിയുടെ ബർക്കത്തുണ്ട്, ശംസുലമയുടെ ബർക്കത്തുണ്ട്. അള്ളാഹുവെ, ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ തളർത്തല്ലേ അല്ലാ, ഞങ്ങളെ തകർക്കല്ലേ അല്ലാ, നാണം കെടുത്തല്ലേ അല്ലാ, മാനം കെടുത്തല്ലേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين، الحمد لله رب العالمين. أشهد أن لا إله إلا الله واستغفر الله. أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله. أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله واستغفر الله. أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم حبب إلينا الإحسان وكره إلينا العصيان وحرم علينا النيران بغوثك
യാ ഗൗസൽ മുസ്തഗീസീൻ. അസ്സലാമു അലൈക്കും.